ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ക്രിസ്മസ് എക്സാം മോഡൽ ചോദ്യപേപ്പർ നോക്കിയാലോ. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരു ചെന്നായ ഇര തേടി അലയുകയായിരുന്നു. കുറേ ദൂരം നടന്നിട്ടും ഒന്നും കിട്ടാതെ നിരാശനായി തിരികെ പോരുമ്പോൾ ഒരു കുതിരക്കൂട്ടം പുല്ല് തിന്നുന്നത് അവൻ കണ്ടു. അവന്റെ വായിൽ വെള്ളമൂറി. ഒരു ചെറു കുതിരയെ കെട്ടിയാൽ കുശാലായി. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് കുതിരകളെ പാട്ടിലാക്കണം, ചെന്നായ ഓർത്തു. തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ചെന്നായയെ കണ്ട് കുതിരകൾ അമ്പരന്നു നോക്കി. ചെന്നായ പറഞ്ഞു, ഞാനൊരു വൈദ്യനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുതിരക്കുട്ടിക്ക് മുടന്തുണ്ടല്ലോ. ഞാനത് ഭേദമാക്കി തരാം. കാൽ കാണിക്കാൻ കുതിരക്കുട്ടി തിരിയുമ്പോൾ ചാടി വീണ് ആക്രമിക്കാനായിരുന്നു ചെന്നായിയുടെ തന്ത്രം. ഇത് കൂട്ടത്തിലെ മുതിർന്ന കുതിരയ്ക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, ഓ, താങ്കൾ വൈദ്യനാണോ? എന്റെ പിൻകാലിലെ മുറിവ് ഒന്ന് ഭേദമാക്കി തരൂ. അതിനെന്താ, ഭേദമാക്കി തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെന്നായ വലിയ കുതിരയുടെ പിന്നിലെത്തി. കുതിര കാൽ ഉയർത്തി കാണിച്ചു. ചെന്നായ മുറിവ് നോക്കുന്നതായി അഭിനയിച്ചു. പെട്ടെന്ന് കുതിര ഉയർന്നു ചാടി ഒരു തൊഴി കൊടുത്തു. ചെന്നായ ദൂരേക്ക് തെറിച്ചു വീണു. അവിടെ നിന്നും ഒരുവിധം എണീറ്റ് ചെന്നായ ഓടി രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇര തേടി അലഞ്ഞ ചെന്നായ കണ്ട കാഴ്ച എന്തായിരുന്നു? എന്തായിരുന്നു മക്കളെ? കോഴികളെ, ആട്ടിൻപറ്റത്തെ, കുതിരക്കൂട്ടത്തെ. അപ്പൊ എന്താ ചെന്നായ കണ്ട കാഴ്ച? കുതിരക്കൂട്ടത്തെ അല്ലേ? അടുത്ത ചോദ്യം, ചെന്നായ അടുത്തേക്ക് വരുന്നത് കണ്ട കുതിരകൾ എന്ത് ചെയ്തു? ആക്രമിക്കാൻ ചെന്നു, ഭയന്നോടി അമ്പരപ്പോടെ നോക്കി. അപ്പൊ എന്താ ചെയ്ത കുതിരകള്? അമ്പരപ്പോടെ നോക്കിയല്ലേ? അടുത്ത ചോദ്യം, താൻ ആരാണെന്നാണ് ചെന്നായ കുതിരകളെ പരിചയപ്പെടുത്തിയത്? പാട്ടുകാരൻ, പണ്ഡിതൻ, വൈദ്യൻ. അതിന്റെ ഉത്തരം വൈദ്യൻ. താൻ ആരെ ചികിത്സിക്കാം എന്നാണ് ചെന്നായ കുതിരക്കൂട്ടത്തോട് പറഞ്ഞത്? മുടന്തുള്ള കുതിരക്കുട്ടിയെ, വയസ്സായ കുതിരയെ, കിടപ്പായ കുതിരയെ. അപ്പൊ അതിന്റെ ഉത്തരം വരുക മുടന്തുള്ള കുതിരക്കുട്ടിയെ. അടുത്ത ചോദ്യം, ചെന്നായിയുടെ തന്ത്രം മനസ്സിലാക്കിയ മുതിർന്ന കുതിര എന്ത് ചെയ്തു? എല്ലാവരെയും കൂട്ടി ആക്രമിച്ചു, ഭയപ്പെടുത്തി ഓടിച്ചു, പിൻകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു. അപ്പൊ എന്റെ ഉത്തരം വരുക പിൻകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു. പ്രവർത്തനം 2. കഥാപാത്ര നിരൂപണം. ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ്. പല്ലുകൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരു ലോക്യമില്ല. ഉണ്ണിക്കണ്ണന് ഏറെ ഇഷ്ടമുള്ള മുത്തശ്ശിയെ നിങ്ങൾക്കും ഇഷ്ടമായില്ലേ? മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ മുത്തശ്ശി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉണ്ണിക്കണ്ണന്റെ മുത്തശ്ശിയാണ് അവന് നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നത്. മുത്തശ്ശിക്ക് അവനെ വലിയ ഇഷ്ടമായിരുന്നു. ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയുടെ വിരലുകൾ മാത്രം ഇഷ്ടമല്ല, മുഖം ഇഷ്ടമാണ്. പല്ല് കൊഴിഞ്ഞ വായ കൊണ്ട് ഉമ്മ വയ്ക്കുന്നതും ഇഷ്ടമാണ്. വിരലുകൾ കൊണ്ട് തടവുമ്പോൾ ശരീരത്തിൽ വല്ലാതെ തട്ടും. അത് അവന് സഹിക്കാൻ പറ്റില്ല. കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത്. ആ കണ്ണുകൾക്ക് ഭംഗി കുറവാണെങ്കിലും അതിലെ സ്നേഹം അവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കുനിഞ്ഞാണ് മുത്തശ്ശി നടക്കുന്നത്. മുത്തശ്ശി ഉണ്ണിയെ മടിയിലിരുത്തി നെറ്റിയിൽ ഉമ്മ വയ്ക്കും. അപ്പോൾ കുറച്ചു നേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറക്കും. മുത്തശ്ശിയുടെ ചുംബനത്തിന് ഇളം ചൂടുണ്ട്, പാലപ്പൂവിന്റെ മിനുസവുമുണ്ട്. അങ്ങനെ ഉമ്മ വെക്കുമ്പോൾ അവൻ അറിയാതെ ഉറക്കം വരും. ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ എന്നാണ് ഉണ്ണി പറയുന്നത്. ഇങ്ങനെ സ്നേഹവും വാത്സല്യവുമുള്ള കഥാപാത്രമായി മുത്തശ്ശി കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു. അടുത്ത ചോദ്യം, സിംഹപ്രതിമ എന്ന പദം വികസിപ്പിച്ചാൽ സിംഹവും പ്രതിമയും. സിംഹത്തിന്റെ പ്രതിമ, സിംഹം എന്ന പ്രതിമ. അപ്പൊ അതിന്റെ ഉത്തരം എന്താ വരുക? സിംഹത്തിന്റെ പ്രതിമ. അടുത്ത പ്രവർത്തനം 3. ഡയറി കുറിപ്പ്. കരുതേണ്ട തല്ലും ഇതിനായി ഞാനെന്ന് കരുതേണ്ട നോവും അകന്നു പോം. അറിയാ പൈതൽ നീ കളിയാടി ഏറ്റ മുറിവ് ഭോഷണം നിനക്കുണ്ണി. തന്റെ കുസൃതികൾ മൂലം മുറിവ് പറ്റിയിരുന്ന കുട്ടിക്ക് ഏറെ ആശ്വാസം പകരുന്നതായിരുന്നു അമ്മയുടെ വാക്കുകൾ. അന്നേ ദിവസം കുട്ടി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് എപ്രകാരമാവാം? എഴുതൂ. നമുക്ക് ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. ആദ്യം തീയതി എഴുതുക. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാനാവില്ല. അമ്മ വിളിക്കുന്നത് പോലെ ഒരു വികൃതിക്കുട്ടൻ തന്നെയാണ് ഞാൻ. ഇന്നത്തെ എൻ്റെ വികൃതികൾ കുറച്ച് അതിര് കടന്നുപോയി. അമ്മയുടെ പനിനീർ ചെടിയിലെ പൂ നുള്ളാനായി പോയതാണ് ഞാൻ. മുള്ളുകൊണ്ട് എൻ്റെ കൈവിരലാകെ മുറിഞ്ഞു. അമ്മ തല്ലും എന്ന് കരുതി ഞാൻ വേദന സഹിച്ചു കരയാതിരുന്നു. വേദന മാറിയപ്പോൾ
മുറ്റത്ത് നിന്ന തൈമാവിൽ ഒന്നു കയറണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. കയറി മുകളിലെത്തിയപ്പോൾ കാല് തന്നെ ഞാൻ താഴെ വീണു. മുട്ടെല്ലാം ചതഞ്ഞു. എന്നിട്ടും ഞാൻ കരയാതെ പിടിച്ചു നിന്നു. വേദന മാറിയപ്പോൾ വീണ്ടും ഞാൻ എണീറ്റു. അമ്മ ഭിത്തിയിൽ തൂക്കിയിരുന്ന പടം ഒന്ന് അടുത്ത് കാണണമെന്ന് ഒരാഗ്രഹം തോന്നി. അതെടുക്കാൻ കയറിയപ്പോൾ പടം എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. നേരെ വന്ന് വീണത് എൻ്റെ നെറുകയിൽ. പൊട്ടി ചോര വന്നു. അമ്മ കേൾക്കാതിരിക്കാൻ ഞാൻ ശബ്ദമില്ലാതെ കരഞ്ഞു. ആ വേദന മാറിയപ്പോൾ ഞാൻ അടങ്ങിയിരുന്നില്ല. കട്ടിലിൽ കയറി ചാടി കളിച്ചു. കുറെ നേരം ചാടിയപ്പോൾ തെറിച്ച് താഴെ വീണു. കവിളും ചതഞ്ഞു. ഇത്രയുമായപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ കരഞ്ഞു. കരച്ചിൽ കേട്ട് അമ്മ ഓടി വന്നു. നല്ല തല്ല് തരും എന്നാണ് കരുതിയത്. പക്ഷെ അമ്മ എന്നെ അത്ഭുതപ്പെടുത്തി. പരിക്ക് പറ്റിയിടത്തെല്ലാം ഉമ്മ വെച്ചു. എൻ്റെ സങ്കടനവും വേദനയും എല്ലാം മാറി. കുട്ടികളായാൽ കളിക്കിടയിൽ പരിക്ക് പറ്റും, സാരമില്ല എന്ന് അമ്മ പറഞ്ഞു. ഞാൻ ചിരിച്ചപ്പോൾ അമ്മയും ചിരിച്ചു. അടുത്ത ചോദ്യം, ഭൂഷണം എന്ന പദത്തിന്റെ അർത്ഥമേത്? അലങ്കാരം, സംസാരം, നേറുക. എന്താണ് അലങ്കാരം? പ്രവർത്തനം 4. അനുഭവക്കുറിപ്പ്. അവർ ദിവസവും കുഞ്ഞുമെറിക്ക് വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പരീക്ഷാകാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്ന് അവർ അവരുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു. കുഞ്ഞുമെറിയുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതുപോലെ കൂട്ടുകാരുടെ സ്നേഹം അനുഭവിച്ച സന്ദർഭം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? അനുഭവം കുറിപ്പായി എഴുതൂ. അപ്പൊ നമുക്ക് ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കലും മറക്കാനാവില്ല. ഒരിക്കൽ ഞങ്ങൾ സ്കൂളിൽ പോയി തിരികെ വരികയായിരുന്നു. ഒരു ചെറിയ കൈത്തോടിനരികിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും. വർത്തമാനം പറഞ്ഞ് വരുന്നതിനിടെ ഞാൻ കാല് തെന്നി കൈത്തോട്ടിലേക്ക് വീണു. അധികം വെള്ളമില്ലെങ്കിലും ഞാൻ മുങ്ങാൻ തുടങ്ങി. എനിക്ക് നീന്തലും അറിയില്ല. എൻ്റെ കൂട്ടുകാരൻ അബി വെള്ളത്തിലേക്ക് ചാടി എൻ്റെ ഉടുപ്പിൽ പിടിച്ച് തോട്ടിനരികിലേക്ക് നീന്തി. മറ്റു കൂട്ടുകാർ ഞങ്ങളെ കരയിൽ നിന്നും പിടിച്ചു കയറ്റി. മീനു അവളുടെ കയ്യിലെ ടർക്കികൊണ്ട് എൻ്റെ തലയും മുഖവുമെല്ലാം തോർത്തി. ഞാനാകെ ഭയന്നു പോയിരുന്നു. അവർ എല്ലാവരും ചേർന്ന് എന്നെ വീട്ടിലെത്തിച്ചു. അമ്മ അവർക്കെല്ലാം നന്ദി പറഞ്ഞു. നിങ്ങൾ എന്നും നല്ല കൂട്ടുകാരായിരിക്കണം എന്നും പറഞ്ഞു. പിന്നീട് മീനുവും അബിയും ചേർന്ന് എന്നെ നീന്തൽ പഠിപ്പിച്ചു. ഞങ്ങൾ എപ്പോഴും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കൂട്ടുകാരാണ്. പ്രവർത്തനം 5. താരതമ്യക്കുറിപ്പ്. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടത് കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. ഉരച്ചി വണ്ണക്ഷതം ഓരോന്നുമേ തിരിച്ചു ചുംബിച്ചാൾ ഉടനമ്മ പരിക്കേറ്റ കുട്ടി. രണ്ട് പാഠസന്ദർഭങ്ങളിലെയും അമ്മയുടെ സ്നേഹം ഒരുപോലെയാണോ? താരതമ്യം ചെയ്ത് കുറിപ്പായി എഴുതൂ. അപ്പൊ നമുക്ക് ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. ഉണ്ണിയെ മുത്തശ്ശിയുടെ അടുത്താക്കി മറ്റൊരു വീട്ടിൽ വീട്ടുജോലിക്ക് പോവുകയാണ് ഉണ്ണിയുടെ അമ്മ. രാത്രി ഏറെ വൈകി അമ്മ എത്തുമ്പോൾ ഉണ്ണിക്കും മുത്തശ്ശിക്കുമുള്ള ഭക്ഷണവും കൊണ്ടുവരും. ഉറക്കത്തിലായ ഉണ്ണിയെ സ്നേഹപൂർവ്വം വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോറുരുള ഓരോന്നായി അവന്റെ വായിൽ വെച്ചു കൊടുക്കുന്ന അമ്മയെയാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിൽ കാണാൻ കഴിയുന്നത്. വാത്സല്യത്തിന്റെ നിറകുടമാണ് ഉണ്ണിയുടെ അമ്മ. മകൻ കുസൃതികൾ ഓരോന്ന് കാണിക്കുമ്പോഴും അവനെ ശാസനകൾ കൊണ്ട് പിന്തിരിപ്പിക്കുന്നില്ല പരിക്കേറ്റ കുട്ടിയിലെ അമ്മ. അത് കുട്ടികളുടെ സ്വഭാവമായാണ് അമ്മ കാണുന്നത്. പനിനീർ ചെടിയുടെ മുള്ളുകൊണ്ട് കൈമുറിഞ്ഞും മാവിൽ കയറി മുട്ടു ചതഞ്ഞും പടം വീണ് നെറുക മുറിഞ്ഞും കട്ടിലിൽ കയറി വീണ് കവിൾ മുറിഞ്ഞതുമെല്ലാം വേദനിച്ച് കുട്ടി കരയുമ്പോൾ അമ്മ തല്ലുമെന്ന ഭയവും അവനിലുണ്ട്. എന്നാൽ ആ അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നത് കളിക്കിടയിലെ മുറിവുകൾ കുട്ടികൾക്ക് അലങ്കാരം എന്നും പറഞ്ഞുകൊണ്ടാണ്. അവന്റെ ഓരോ മുറിവിലും അമ്മ സ്നേഹത്തോടെ ഉമ്മവയ്ക്കുമ്പോൾ അവന്റെ വേദനകൾ അകന്നു പോകുന്നു. കരുതലും നിറഞ്ഞ സ്നേഹവും പകരുന്ന അമ്മമാരെയാണ് രണ്ട് പാഠഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത്. പ്രവർത്തനം 6. ഉപന്യാസം. അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് ഭിത്തി നിറയെ ക്രയോൺ കൊണ്ട് കോറിയിട്ട കുഞ്ഞുവാവയെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും സ്നേഹത്തിന്റെ ആഴം ആവോളം അനുഭവിച്ച ഉണ്ണിയെയും പരിക്കേറ്റിട്ടും സ്നേഹത്തോടെ കുട്ടിയെ ആശ്വസിപ്പിച്ച അമ്മയെയും അന്ധത പോലും അറിയിക്കാതെ കുഞ്ഞുമെറിയെ വളർത്തിയ മാതാപിതാക്കളെയുമെല്ലാം കനിവായി നിലാവായി എന്ന യൂണിറ്റിൽ നാം പരിചയപ്പെട്ടു. അമ്മയുടെ, അച്ഛന്റെ, മുത്തശ്ശിയുടെ എല്ലാം സ്നേഹത്തിന്റെ മഹത്വമാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്നേഹത്തിന്റെ മഹത്വം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കൂ.
അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനം ചെയ്ത് നോക്കാം. ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും ഹൃദ്യമായ അനുഭവമാണ് സ്നേഹം. കൂട്ടുകാരുടെ കരുതലും പരിഗണനയും, അമ്മയുടെയും അച്ഛൻ്റെയും വാത്സല്യവും, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പരിചരണവും എല്ലാം നാം കുട്ടിക്കാലം മുതൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹവും വിലമതിക്കാനാവാത്തതാണ്. ഈ ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായി തീർക്കുന്ന വികാരമാണ് സ്നേഹം. സ്നേഹമില്ലാത്ത ഇടങ്ങളിലാണ് വെറുപ്പും വിദ്വേഷവും വളരുന്നത്. വാത്സല്യമായും കരുതലായും പരിഗണനയായും ചേർത്ത് നിർത്തലായും നമുക്ക് ചുറ്റും സ്നേഹം നിറയുമ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയും. കുറവുകൾ നിറവുകളായി മാറും. മനസ്സുകൾ വിശാലമാകും. സ്നേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിയാനും പരസ്പരം സ്നേഹിക്കാനും നമുക്ക് കഴിയണം. അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് ഉറക്കെ പറയുന്ന കുട്ടിയെ പോലെയും മുത്തശ്ശിക്കും മുത്തശ്ശനും വേണ്ടി കഷ്ടപ്പെടുന്ന കുഞ്ഞു മെറിയെ പോലെയുമാകാം നമുക്കും. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും സ്നേഹിക്കാം. അപ്പം നമ്മൾ എല്ലാ പ്രവർത്തനവും ചെയ്തു കഴിഞ്ഞു. ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.